വേലികെട്ടി ജീവിതം വഴിമുട്ടിച്ച വാർത്തയിലേക്കാണ്. എറണാകുളം പിറവത്ത് വയോധികയുടെ വീട്ടിലേക്കുള്ള വഴിയടച്ച അയൽവാസി. പിറവം ഇലഞ്ഞി 1-ാം വാർഡ് മലയിൽ വീട്ടിൽ മറിയക്കുട്ടി എന്ന 76-കാരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് മുള്ളുവേലി കെട്ടി അടച്ചത്. വീടിന് സമീപത്തെ റബ്ബർ തോട്ടമുടമ കടവന്ത്ര സ്വദേശി അരുൺ എബ്രഹാമാണ് വേലി സ്ഥാപിച്ചത്. സംഭവത്തിൽ പിറവത്ത് നടന്ന നവകേരള സദസ്സിലടക്കം മറിയക്കുട്ടി പരാതി നൽകിയിരുന്നു. അതിലേക്ക് ഇവിടെ ഇറങ്ങിയ എൻ്റെ കാലിൻ്റെ മുട്ടുകാരെയും വെട്ടി ഓടിക്കുമെന്നും പറഞ്ഞ് അവൻ വന്ന് ഭീഷണിപ്പെടുത്തി. ഇവരാരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ. നീ എന്നാൾ ചേർക്കാൻ പറയുന്നത്, നിൻ്റെ പറമ്പിൽ തന്നെ ഇറങ്ങണില്ല, ഒരു സാധനം എടുക്കണില്ലെന്ന് അവനോട് പറഞ്ഞു. അവനതൊന്നും വകവച്ചില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ല, എൻ്റെ പറമ്പിൽ ഇറങ്ങരുത്, ഇതിനകത്ത് ഇറങ്ങാൻ പറ്റിയെന്നും പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോയി. ശനിയാഴ്ച പേപ്പർ വന്ന് ഞങ്ങളതിൻ്റെ തീരുമാനം അന്വേഷിക്കണേ മിന്നം ഇതും മേടിച്ചുകൊണ്ട് വന്ന് ഇടാനായിട്ട് 3-4 ഗുണ്ടകളുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഇത്രയും സംഗതികളെല്ലാം ചെയ്തു വെച്ചു. ഞാനൊരു വിധവയാണ്. വിവരങ്ങളുമായ ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ഈ സഞ്ചാര സ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീടാകെ കമ്പി വേലി കെട്ടി ജീവിതം പോലും ആ വയോധികയുടെ വഴിമുടക്കി വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതാണ്ട് 60 വർഷമായി ഈ മറിയക്കുട്ടി എന്ന 76 വയസ്സുകാരി അവിടെ താമസിക്കുന്നതാണ്. ഇവർക്കൊപ്പം ഏക മകളായ ലിസയും ഭർത്താവും ഉണ്ട്. ഇവരാണ് അവിടെ ഏതാണ്ട് 60 വർഷത്തോളമായി താമസിക്കുന്നുണ്ട്. ഇതിലെ ഇവരുടെ വീട്ടിലേക്ക് കയറി പോകുന്നതിന് ഒരു വഴിയുമുണ്ട്, അത് നമുക്ക് കാണാനും സാധിക്കും. അടുത്തിടെയാണ് എറണാകുളം കടവന്ത്ര സ്വദേശിയായ അരുൺ എബ്രഹാം എന്നയാൾ ഇവരുടെ വീടിന് തൊട്ടടുത്തായി 60 സെന്റ് സ്ഥലം വാങ്ങിയത്. പിന്നീട് നിരന്തരമായ പ്രശ്നങ്ങളായിരുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുവഴി ഇവരുടെ ഈ അരുണിന്റെ പറമ്പിലൂടെ ഇറങ്ങി നടക്കുന്നത് വിലക്കിക്കൊണ്ടാണ് ആദ്യം രംഗത്ത് വന്നത്. പിന്നീട് ഇതുവഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. തുടർന്ന് ഈ അരുൺ എബ്രഹാം ഹൈക്കോടതിയിൽ പോയി അനുകൂലമായ ഉത്തരവ് വാങ്ങി കൂത്താട്ടുകുളം പോലീസിന്റെ സഹായത്തോടെ ഇവിടെ എത്തി ഈ വേലി സ്ഥാപിച്ചു എന്നുള്ളതാണ് പരാതിയിൽ മറിയക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. പിറവം ഇലഞ്ഞി 1-ാം വാർഡിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇവർക്ക് ഈ വേലി സ്ഥാപിച്ചതിനെ തുടർന്ന് ഇവരുടെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിൽ വേലി സ്ഥാപിച്ചതിനെ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. 76 വയസ്സുള്ള വൃദ്ധയാണ്. ഇപ്പോൾ വീടിന്റെ മറ്റൊരു സൈഡിലൂടെ, പറമ്പിലെ ഒരു സൈഡിലൂടെയാണ് ഇറങ്ങി പുറത്തേക്കും അകത്തേക്കും പോകാൻ സാധിക്കുന്നത്. അതൊരു വലിയ പൊക്കമുള്ള സ്ഥലമാണ്. അതുവഴി വേണം ഈ 76 വയസ്സുള്ള വൃദ്ധ നടന്നു പോകാൻ. തൊട്ടയൽപ്പക്കത്ത് ഈ വസ്തു വാങ്ങി റബ്ബർ തോട്ടം വാങ്ങിയ അരുൺ എബ്രഹാം എന്നയാൾ കടവന്ത്ര സ്വദേശിയാണ്. അയാളാണ് ഈ വീടിന് മുൻവശത്തെ വഴി വേലി കെട്ടി അടച്ചിരിക്കുന്നത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിരുന്നു ഈ കുടുംബം. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, വീട്ടിലേക്ക് കയറി പോകുന്നതിന് നേരത്തെ മുതൽ തന്നെ അവിടെ ഒരു വഴിയുണ്ട്. ആ വഴിയാണിപ്പോൾ വേലി കെട്ടി പൂർണ്ണമായും അടച്ച് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം ആക്കി വെച്ചിട്ടുള്ളത്. പുറത്തേക്ക് പോകണമെങ്കിൽ ചുറ്റി വളഞ്ഞ് ഒരു പൊക്കമുള്ള സ്ഥലത്തു നിന്നും താഴേക്ക് ഇറങ്ങണം, തിരിച്ച് അതുവഴി കയറുകയും വേണം. ഈ 76 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യം കൂടിയാണ്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അരുൺ എബ്രഹാം ചൂണ്ടിക്കാണിക്കുന്നത് തനിക്ക് കോടതിയുടെ ഉത്തരവുണ്ട്, കോടതിയിൽ നിന്നും തനിക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്ത് തന്നെയായാലും 10-60 വർഷമായി ഇവിടെ താമസിക്കുന്ന ഇതേ വഴി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അതുവഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ഉള്ള നടപടി അത് ന്യായീകരിക്കാനാകാത്തതാണ്. ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ മറിയക്കുട്ടിയും ഒരുങ്ങുകയാണ്. ശരി, 76-കാരിയാണ്, വയോധികയാണ്, പ്രായപ്രശ്നമുണ്ടെന്ന് പുറത്തിറങ്ങണമെങ്കിൽ വേലി ചാടാതെ മറ്റു നിവർത്തിയില്ല. നീതിയും നിയമവും മനുഷ്യത്വത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അത് ഉദാത്തമാകുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. തിരുവനന്തപുരത്തേക്ക് 24 5-ന്റെ വജ്രത്തിളക്കം.